കനത്ത മഴയിൽ അന്തിക്കാട് റൂട്ടിൽ രൂക്ഷമായ വെള്ളക്കെട്ട്. വാഹനഗതാഗതം മണിക്കൂറുകളോളം തടസ്സപ്പെട്ടു. ഇതാദ്യമായാണ് ഈ റൂട്ടിൽ ഇത്രയും രൂക്ഷമായ വെള്ളക്കെട്ടുണ്ടാവുന്നത്. റോഡ് നവീകരണം കഴിഞ്ഞിട്ട് അധികം നാൾ ആകുന്നതിന് മുമ്പാണ് ഇത്തരത്തിലുള്ള വെള്ളക്കെട്ടുണ്ടായത്. കാഞ്ഞാണി കപ്പേളയ്ക്ക് സമീപം 100 മീറ്റർ ദൂരത്തിലാണ് യാത്രാ തടസ്സത്തിന് കാരണമായ വെള്ളക്കെട്ട് രൂപപ്പെട്ടത്. സമീപ പ്രദേശത്തെ കുളവും മറ്റു നികത്തിയതിനാൽ വെള്ളം ഒഴിഞ്ഞു പോകുന്നതിനുള്ള സ്ഥലവും ഇല്ലാത്തതും വെള്ളക്കെട്ടിന് കാരണമായി. പ്രദേശത്തെ കൽവർട്ടും തോടും അടഞ്ഞതും വെള്ളക്കെട്ടിന് കാരണമായതായും പൊതുപ്രവർത്തകനായ ജനാർദ്ദനൻ മണ്ണുമ്മൽ പറഞ്ഞു. വാഹനങ്ങൾക്ക് ഓടിക്കാൻ പറ്റാതെ വാഹനങ്ങളൊക്കെ നിശ്ചലമായി നിന്നുകൊണ്ട് നിൽക്കുകയാണ് ഇവിടെ. മാത്രമല്ല, ഇതേപോലുള്ള വെള്ളക്കെട്ട് ഒരിക്കലും ഇവിടെ ഉണ്ടാവാറില്ല. ഈ സമീപ പ്രദേശത്തുള്ള കുളങ്ങളും അതേപോലെ തന്നെ ഒരു 50 മീറ്റർ ദൂരത്തിൽ ഒരു കൽവർട്ടും ഉണ്ടായിരുന്നു ഇവിടെ. ആ 50 മീറ്റർ ദൂരത്തിലുള്ള കൽവർട്ടിൻ്റെ അടി കല്ലും മണ്ണൊക്കെ അടഞ്ഞ് തോർന്ന് കിടക്കുകയാണ്. അതിൻ്റെ അപ്പുറത്ത് വെള്ളം പോയിരുന്ന തോട് അത് മണ്ണിട്ട് നികത്തി അവിടെ വീട് പണിയുകയും ആ വീടിൻ്റെ സൈഡിൽ കൂടെ ഒരു ചെറിയ ഒരടി വീതിയിലുള്ള ഒരു വെള്ളം പോകുന്ന ഒരു രീതിയിലാണ് അവിടെ കാണപ്പെടുന്നത്. പക്ഷേ നല്ല ഒഴുക്കുണ്ടായിരുന്ന ഈ രീതിയിൽ ഈ വെള്ളം ഈ കുളത്തിലേക്കും അതേപോലെ തന്നെ ആ കൽവർട്ട് കൂടി പോകുന്ന ഇതിൽ കൂടെ വെള്ളം പോകുമ്പോൾ ഈ തരത്തിലുള്ള വെള്ളക്കെട്ട് ഇവിടെ ഉണ്ടാവാറില്ല. ഇതിപ്പോൾ ഇത് കൂടി വരികയാണ്. കാരണം സമീപ പ്രദേശത്തുള്ള മേഖലകളിൽ കൂടുതൽ മണ്ണിട്ട് നികത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വെള്ളക്കെട്ട് ഇവിടെ രൂക്ഷമായിട്ട് ഇരിക്കുന്നത്. പരമ്പരാഗതമായി വെള്ളമൊഴുകി പോയിക്കൊണ്ടിരുന്ന പല പ്രദേശങ്ങളും വീട് നിർമ്മാണത്തിൻ്റെയും മറ്റും പേരിൽ നികത്തുകയും വെള്ളമൊഴിഞ്ഞു പോകുന്നതിന് ആവശ്യമായ രീതിയിലുള്ള വ്യാസമേറിയ ഓവുകൾ സ്ഥാപിക്കാതിരിക്കുകയും ചെയ്തതോടെയാണ് ഇത്രയ്ക്കും രൂക്ഷമായ വെള്ളക്കെട്ട് കാഞ്ഞാണി അന്തിക്കാട് റൂട്ടിലെ പ്രധാന റൂട്ടിൽ ഉണ്ടായതെന്നും ജനാർദ്ദനൻ മണ്ണുമ്മൽ പറയുന്നു. ചൊവ്വാഴ്ച പുലർച്ചെ 5:30 ആരംഭിച്ച കനത്ത മഴ ഉച്ചയ്ക്ക് 2:30 വരെ തുടർന്നതും വെള്ളക്കെട്ടിന് രൂക്ഷമാക്കി. രാവിലെ 10:30 ഇതുവഴി കടന്നുപോയ ഓട്ടോറിക്ഷ വെള്ളം കയറി നിശ്ചലമാവുകയും തുടർന്ന് ഈ റൂട്ടിൽ ഗതാഗത സ്തംഭനം ഉണ്ടാവുകയും ചെയ്തു.